കലാഭവൻ മണി മരിച്ചിട്ട് 9 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 2016 കലാഭവൻ മണി മരിക്കുമ്പോൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന മകൾ ശ്രീലക്ഷ്മി പഠിക്കാൻ മിടുക്കിയായിരുന്നു. SSLC പരീക്ഷയ്ക്കിടെയായിരുന്നു മണിയുടെ അപ്രതീക്ഷിത വിയോഗം. ആ വേദനയിലാണ് ശ്രീലക്ഷ്മി പരീക്ഷ എഴുതിയതും 5 A+ഉം 1 B+ അടക്കം വിജയം നേടിയത്. തുടർന്ന് +2വിനും മികച്ച മാർക്ക് വാങ്ങി. കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ ആഗ്രഹം മകളെ ഡോക്ടറാക്കണം എന്നതുതന്നെയായിരുന്നു. അവൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും സ്വന്തമായി ഒരു ആശുപത്രി തുടങ്ങണം, ചാലക്കുടിയിലെ പാവപ്പെട്ടവർക്ക് അവിടെ ചികിത്സ നൽകണം എന്നതൊക്കെയായിരുന്നു മണിയുടെ ആഗ്രഹം. അച്ഛൻ പോയെങ്കിലും അച്ഛന്റെ സ്വപ്നങ്ങൾക്കു പിന്നാലെയായിരുന്നു കലാഭവൻ മണിയുടെ ഭാര്യയും മകളും. 2 വർഷത്തോളം കാത്തിരുന്ന് എൻട്രൻസ് പരിശീലനം നടത്തിയാണ് ശ്രീലക്ഷ്മി MBBS പ്രവേശനം നേടിയത്. തുടർന്ന് എറണാകുളത്തെ ശ്രീനാരായണ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസിൽ പ്രവേശനം നേടിയ ശ്രീലക്ഷ്മി ഇപ്പോൾ MBBS 4ാം വർഷ വിദ്യാർത്ഥിനിയാണ്. മകൾക്കു പഠിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്ത് കോളേജിന് തൊട്ടടുത്ത് ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് അവിടെ ശ്രീലക്ഷ്മിക്കൊപ്പം താമസിക്കുകയാണ് മണിയുടെ ഭാര്യ നിമ്മിയും. മറ്റു താരപുത്രിമാരെ പോലെ ശ്രീലക്ഷ്മി സോഷ്യൽ മീഡിയയിൽ സജീവമല്ല. അതുകൊണ്ടുതന്നെ ശ്രീലക്ഷ്മിയുടെ വിശേഷങ്ങളൊന്നും ആരും അറിയാറുമില്ല. മണിയുടെ മരണശേഷം ചാലക്കുടിയിലെ മണിക്കൂടാരം വീട്ടിൽ നിമ്മിയും മക്കളും നിമ്മിയുടെ മാതാപിതാക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത്. നിമ്മിയും ശ്രീലക്ഷ്മിയും എറണാകുളത്തേക്ക് മാറിയതോടെ മാതാപിതാക്കൾ നിമ്മിയുടെ സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. വല്ലപ്പോഴും അവധിക്കു മാത്രമാണ് നിമ്മിയും മകളും ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും എത്തി വീടും പരിസരവും വൃത്തിയാക്കിയിടും. അല്ലാത്ത പക്ഷം പൂർണ്ണമായും ആ വീട് പൂട്ടിക്കിടക്കുകയാണ്. എന്നാലും മണിയുടെ വർഷം തോറുമുള്ള ആണ്ടുബലിക്ക് പരീക്ഷയോ മറ്റു തിരക്കുകളോ ഇല്ലെങ്കിൽ ശ്രീലക്ഷ്മി എത്താറുണ്ട്. അച്ഛന് വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോഴിതാ മണിയുടെ 9ാം വർഷത്തെ ആണ്ടുബലിയോടനുബന്ധിച്ച് അവധി കിട്ടിയപ്പോൾ ചാലക്കുടിയിലെ വീട്ടിലേക്ക് ശ്രീലക്ഷ്മി എത്തിയിരിക്കുകയാണ്. ശ്രീലക്ഷ്മിയുടെ കൂട്ടുകാരികളും ഇത്തവണ ശ്രീലക്ഷ്മിയുടെ ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഈ വീഡിയോ ഇപ്പോൾ വൈറലായി മാറുന്നുണ്ട്. ഈ വീഡിയോയിലും വലിയ മാറ്റങ്ങളൊന്നും ശ്രീലക്ഷ്മിക്ക് സംഭവിച്ചിട്ടില്ല. എങ്കിലും പഴയ ചമ്മൽ അങ്ങനെ തന്നെയുണ്ട്. അച്ഛന്റെ ഓർമ്മകൾ സുഹൃത്തുക്കളെ കാണിച്ചു കൊടുക്കുമ്പോൾ പഴയകാലം ഓർക്കുകയാണ് ശ്രീലക്ഷ്മിയും. അച്ഛന് പിറന്നാൾ സമ്മാനം കിട്ടിയ ആന, താൻ വരച്ച ചിത്രങ്ങൾ, അച്ഛന്റെ ഓർമ്മ കുടീരം, പാടി, അങ്ങനെ എല്ലാ ഓർമ്മകളും കൂട്ടുകാർക്കായി ശ്രീ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്.